ഇങ്ങോട്ട് നീ മൈക്ക് ടൈസന്റെ ഇടി കൊണ്ടിരുന്ന എഴുന്നേറ്റ് വാടാ. ഇങ്ങോട്ട് എണീറ്റ് പോടാ. നമുക്കിനി ഇവരെ നേരിടാം. വീണ് ഇടിച്ചു പാടാം, ഇടിച്ചു പാടാം. കമാ എഴുന്നേറ്റ് വാടാ. കമാ നെക്സ്റ്റ്. കമാ എഴുന്നേറ്റ് വാടാ. Get up. Come on. Come on, man. Up. എഴുന്നേറ്റ് വാടാ. Come on, get up. പഞ്ചും. എന്റെ അമ്മേ. അയ്യോ, ആ പിശാചികളെ കൊണ്ടാണല്ലോ വരുന്നത്. മുഹമ്മദിക്കോ? മുഹമ്മദ ഒത്തുവാ മുഖം. ദണ്ഡിത്തരം കാണിക്കുന്ന ദണ്ഡി. അയ്യോ, ധൈര്യമില്ലാത്തവർ പ്രേമിക്കാൻ നടക്കരുത്. സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഇവിടെ വെച്ചിരിക്കില്ല, നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. എനിക്ക് അപ്പനിത്തേക്ക് കൊള്ളാണ്. അയ്യോ, എക്സ്ക്യൂസ് മീ. യെസ്, ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി, അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കെട്ടിക്കാനാ. എന്താ കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? അറിയോ? ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ, മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് ഊട്ടി. എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, എന്നെയോ? ഞാൻ പുറത്തിറങ്ങാറില്ല. കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക. ബോധം വരുമ്പോ എണീറ്റ് പൊയ്ക്കോളും. കൊള്ളാലോ നീ, 3 തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കംതിരിക്കുന്നത്. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ. സാധാരണ 5 6 ഒക്കെ ഉണ്ടാവും. ഓ വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. കഴിക്കണം. മായ എന്താ കഴിക്കാത്തത്? സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോമസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ആൻഡ്രൂസിന് വരാൻ പറ്റിയില്ല. പകരം സേതുവിനെ അയച്ചു. അങ്ങനെയാ സേതു പറഞ്ഞത്. ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രൂസ് വരാതിരുന്നിട്ടില്ലേ? അന്നൊന്നും പകരം ആരെയും അയച്ചിട്ടില്ലല്ലോ. ഇത് ഞാനും ചോദിച്ചതാ. അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്നിട്ട് അമ്മച്ചി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല. മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചിയോട് ചോദിക്കണ്ട കേട്ടോ, നാണക്കേടാ. സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, ദേ ഇത് കണ്ടോ, ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇവളെ 2 പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി. അതിലൊരുത്തനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ അവന്മാരൊക്കെയോ?
അത് വല്ല പോക്കറ്റ് അടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാരും പോക്കറ്റ് അടിക്കാരും, നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. പിടിച്ചോ പിടിച്ചോ, രണ്ടുപേരും പിടിച്ചോ. എന്താ ചെയ്യേണ്ടെന്ന് പറ, അതുപോലെ ചെയ്തോളാം. നീ അവളെ മറക്കണം. മറക്കണോ? ഞാനെന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതേടാ, ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ അവന്റെ കൂട്ടുകാരനല്ല അങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മൾ ഒരു കഥ ഉണ്ടാക്കണം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി, ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ? 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി. 1 മിനിറ്റ് താമസിക്കരുത്. പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവളെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലുവാനാണെന്ന് പറഞ്ഞേക്കാം. നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും, നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും. കാത്തിരുന്നോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ചെല്ലി ഇവിടെ നടക്കുന്നുണ്ട്. അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ? മായ എന്ത് പറയുന്നു? എങ്കിൽ കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫീസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളൊക്കെ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും. നിനക്കെന്താ ചീങ്ങനുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദി ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ. എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടേ. അപശകുനമാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ? ഏയ്, ഇതൊന്നും നോക്കണ്ട. അവ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. ഒന്നും കുട്ടി, മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല. കുറച്ചായില്ലേ? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെന്താ? പറയാം. അതിനു മുമ്പ് മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. കഴിയുന്നതും മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയോടെ എപ്പോഴും ഉണ്ടാവണം. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. ആര്? ആരെ പറ്റി ഈ പറയുന്നത്? അത് പിന്നെ അത് തോമസുട്ടി ആരെ പേടിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് നിമിഷവും അവന്മാര് നമ്മളെ വിളിച്ച് ചാടിപ്പഴും. അയ്യോ, ഹലോ. നീ കാറ്റ് ഊതിക്കൊല്ലടാ. എന്നെ കൊണ്ട് കാറ്റ് ഊതിക്കൊല്ലടാ. ഇവനെ കൊണ്ട് കാറ്റ് ഊതിക്കാം. ആ